തിരുവോണം കെങ്കേമമാക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് മലയാളികൾ. എന്തായാലും ഉത്രാടപ്പാച്ചിലിന്റെ വിപണിയിലെങ്ങും വലിയ തിരക്കാണ് കാണുന്നത്. ഇടവിട്ട പെയ്ത മഴയും വിലക്കയറ്റവും ഒന്നും കച്ചവടത്തെ ബാധിച്ചില്ലെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ നിന്ന് സാനു കെ സാജീവാണ് ചേരുന്നത്. സാനു, എങ്ങനെയാണ് തൃശ്ശൂരത്തെ ഒരു ഓണം? ഇനി മണിക്കൂറുകളെ ഉള്ളൂ ഉത്രാടപ്പാച്ചിൽ അവസാനിക്കാൻ. എങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ്? ആര്യ, നമ്മളിപ്പോഴുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മൈതാനത്താണ്. അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയും ഒപ്പം തന്നെ എൻ്റെ പിന്നിലുള്ളത് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയാണ്. ഇതിനിടയിലാണ് ഈ പ്രധാന വ്യാപാരം നടക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രം നിറയെ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു മൈതാനം നിറയെ കച്ചവടങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ വ്യാപാരമാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇത് അത്തം പിറന്ന അന്ന് മുതൽ ഇവിടെ ഈ പൂ വ്യാപാരമുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണവിപണിയിലെ അല്ലെങ്കിൽ ഓണാഘോഷത്തിന്റെ ഓണപ്പൂക്കളത്തിലെ ഏറ്റവും വലിയ VIP ആണ് ഈ കാണുന്നത്. അതായത് തുമ്പയാണ്. ഈ തുമ്പ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കാണുന്നില്ല എന്ന വലിയ പരാതിയുണ്ട്. എന്തായാലും തുമ്പപ്പൂ വരെ ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഈ ഒരു പ്രത്യേക വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട്. തുമ്പ ആണുള്ളത്, തുമ്പ പൂവൊന്നും കാണാനില്ല അവിടെ. നമുക്ക് എന്തായാലും തുമ്പയുണ്ട്, പേരിന് തുമ്പയെങ്കിലും ഉണ്ട് എന്ന് പറയാം. എന്തായാലും ആ തുമ്പപ്പൂ മുതൽ അങ്ങനെ ഈ വിപണിയിലെ ഏറ്റവും വലിയ VIP ആയിട്ടുള്ള പുഷ്പങ്ങൾ വരെ ഏകദേശം 1000-1300 രൂപ വരെ കിലോഗ്രാമിന് വില വരുന്ന പൂക്കളുടെ ഒരു വിപണി തന്നെ ഇവിടെയുണ്ട്. അത് അത്തത്തിന് തുടങ്ങിയ വിപണി ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ്. അത്ര വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നു, വലിയ രീതിയിൽ ആളുകൾ ഇതൊക്കെ വാങ്ങാനായിട്ട് എത്തുന്നു. അങ്ങനെ തൃക്കാരപ്പൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിപണിയും ഇവിടെ സജീവമാണ്, ഒരു കുടക്കീഴിൽ. അതായത് ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശക്തൻ മാർക്കറ്റാണ് ഏറ്റവും വലിയ മാർക്കറ്റെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വിഭിന്നമായിക്കൊണ്ട് ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ വിപണി അല്ലെങ്കിൽ എല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മൈതാനം എന്ന് പറയുന്നത്. പൂരത്തിന് എങ്ങനെയാണോ ആളുകൾ സംഗമിക്കുന്നത്, പുലികളിക്ക് എങ്ങനെയാണോ ആളുകൾ തടിച്ചു കൂടുന്നത്, അതിനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ തന്നെ ഈ ഒരു ഓണത്തിന്, ഈ ഉത്രാടപ്പാച്ചിലിന് ആളുകൾ ഇങ്ങനെ വന്ന് സംഗമിക്കുകയാണ് ആ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തൃക്കാരപ്പനൊക്കെ ഇങ്ങനെ ഈ ഒരു ഓണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ഉത്രാടപ്പാച്ചിലാണല്ലോ ഏറ്റവും അവസാനം ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ. അങ്ങനെ തൃക്കാരപ്പൻ വരെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഈ ഒരു തയ്യാറെടുപ്പിന് വിപണിയിലേക്ക് സജീവമായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഈ വിപണിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂവിപണിയിലാണ് ഏറ്റവും അധികം ആളുകളെ കൊണ്ട് സമ്പന്നമായിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകളാൽ നിപുണമായിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വ്യാപാരം നടക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വാങ്ങാൻ നിൽക്കുക. ചേട്ടാ, എന്താ ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണത്തെ ഇവിടം വരെ എത്തി, പൂക്കളം വരെ എത്തി. ഈ പൂക്കൾക്കൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? ഉത്രാടത്തിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാ വർഷവും ഇവിടുന്നാണ് സാധനം? പൂവിനൊന്നും അധികം വിലയില്ല എന്നാണ് അല്ലേ? അതെ. ഈ സൈഡിലൊക്കെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ ഈ പൂക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ചേച്ചി, എന്താ എവിടം വരെയായി ഓണമൊക്കെ എത്തിയാ? എന്തായാലും അവരൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഒരു ഭാഗത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇതിന് തൊട്ട് സമീപത്ത്, ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം പൂക്കളാണ് വിപണിയെങ്കിൽ ഇതിന് തൊട്ട് സമീപത്ത് വസ്ത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. ഈ ഓണത്തിന് എന്തൊക്കെയാണോ ആവശ്യം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു സ്ഥലത്ത് കിട്ടുമെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടെങ്കിലും അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം എല്ലാത്തരം വസ്തുക്കളും ഒരു കുടക്കീഴിൽ എത്തിച്ചിരിക്കുന്ന ഒരു സംഭവമാണുള്ളത്. അങ്ങനെ എല്ലാ വസ്തുക്കളും ഇവിടെ ലഭിക്കുന്ന ഒരു വിപണിയാണുള്ളത്. നമുക്ക് ഈ പൂക്കച്ചവടമൊക്കെ ഇവിടെ വലിയ സജീവമായി. ശരി, വ്യക്തമാണ് സാനു. എന്തായാലും തൃശ്ശൂരും കളറാക്കുകയാണ്. ഓണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം തിരുവോണത്തിലേക്ക് എത്താൻ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സാനു കെ സജീവ നൽകുന്ന വിവരം.